എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ആ വണ്ടി പുതിയ LHP കോച്ചുകളായിട്ടാണ് ഓടുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഇത് പഴയ ICF കോച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി പുതിയ LHP കോച്ചാണ്. അപ്പോൾ അതിലൊരു യാത്ര ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂർ വരെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരാൻ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലക്കാട് വരെ യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെ കോച്ചൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, കാരണം പുതിയ കോച്ചൊക്കെ അല്ലേ. പക്ഷേ ഇപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ടൈമൊക്കെ പോയി. ഇനിയിപ്പോൾ ഈ 8:50 9:10 വണ്ടി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ പിന്നെ കാണിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടാ എറണാകുളം ബാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, അതിൻ്റെ പുതിയ കോച്ചുകളാട്ടോ. ഇത് ചെയർകാറാണ് കേട്ടോ. ഇതിൻ്റെ ഈ ചെയർകാരൊക്കെ 2025 ബിൽഡ് ചെയ്ത കോച്ചുകളാട്ടോ ഇതിൻ്റെ ചെയർകാരൊക്കെ. അപ്പോൾ പഴയ കോച്ചുകളൊന്നുമില്ല. അപ്പോൾ ഇനി ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ജനറൽ കോച്ച് എനിക്ക് തോന്നുന്നു 7 ജനറൽ കോച്ച് എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ എന്താ പറയുക 4 ജനറൽ കോച്ചേ ഉള്ളൂ. പകരം AC ചെയർകാറില്ലേ, അത് ഒരെണ്ണം കൂടിയും കൂട്ടി 2 AC ചെയർകാറുണ്ട്, പിന്നെ ഒരു പാൻട്രി കാറുണ്ട്. അപ്പോൾ അതാണ് വലിയ വ്യത്യാസം വന്നത്. ഇപ്പം മറ്റേ ചെയർകാറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അതൊക്കെ പഴയതുപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ആൾക്കാരൊക്കെ വന്നു, കോച്ചൊക്കെ എന്തായാലും ഫുള്ളായി. അതുകൊണ്ട് അവർക്കൊരു ശല്യം ഉണ്ടാകുന്ന വെച്ച് ഞാൻ കയറുന്നില്ല. ഇനി അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മഴ പെയ്തു തുടങ്ങിയിട്ടാ. അപ്പോൾ ഇനി മഴ കൂടല്ലേന്നാണ്, കാരണം മഴ കൂടിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് ആ കാണുന്ന ട്രെയിൻ നമ്മുടെ അസ്രം നിസാമുദ്ദീൻ എറണാകുളം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആട്ടാ. അപ്പോൾ അത് രാവിലെ വന്ന വണ്ടിയാണ്. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്യാനും അതിനുവേണ്ടി കോച്ചിങ് ഡിപ്പോയിൽ കൊണ്ടുപോകണേണ്, ഷണ്ട് ചെയ്ത് ആ ഒരു ആൽക്കോ ലോക്കോമോട്ടീവ് വെച്ചത് കൊണ്ടുപോകണേണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് കൃത്യം 9:10 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ 1 മിനിറ്റ് ഡിലേ ആയിട്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവ തൃശ്ശൂർ പാലക്കാട്, ഇത്രയും സ്റ്റോപ്പേ ഈ കേരളത്തിലുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി കേരളത്തിലെ ഒരു വന്ദേ ഭാരത് എന്നൊക്കെ പറയാം, കാരണം അത്രത്തോളം പ്രയോറിറ്റിയും നല്ല സ്പീഡും, പിന്നെ മറ്റേ വണ്ടികളെ പിടിച്ചിട്ട് ഈ വണ്ടീനെ കയറ്റി വിടുക, ഇങ്ങനെ ഭയങ്കര പ്രയോറിറ്റിയാണ് ഈ വണ്ടിക്ക്. തിരിച്ചു വരുമ്പോൾ നല്ല പ്രയോറിറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ പറയാം. നമ്മുടെ ഇതാട്ടോ എറണാകുളം ലോക്കോ ഷെഡ്, ഇതാട്ടോ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഇതാണ് കേട്ടോ. കണ്ട കുറേ WAP7 WAG9 ഒക്കെ കിടക്കണുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗുരുവായൂർ എറണാകുളം പാസഞ്ചറായിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ചെന്നൈ ആലപ്പുഴ എക്സ്പ്രസ് ഉണ്ടല്ലോ, സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, അതിൻ്റെ പുറകിലാണ് വരേണ്ടത്. പക്ഷേ ഇന്ന് ആ വണ്ടി ലേറ്റാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെയാണ് ഈ വണ്ടി. 9:30 എത്തിയാൽ മതി ശരിക്കും പറഞ്ഞ് ഈ വണ്ടിക്ക് എറണാകുളത്ത്. പക്ഷേ ഇതൊരു 9:15 ആകുമ്പോൾ ഇതെത്തും. അത്രത്തോളം ടൈം കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കര ഡിമാൻഡുള്ള പാസഞ്ചറാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടിക്ക് 3 ടൈപ്പ് കോച്ചുകളാണെന്ന് പറഞ്ഞാൽ AC ചെയർകാർ, ജനറൽ കോച്ചുകൾ, അൺറിസർവ്ഡ് കോച്ചുകൾ. അപ്പോൾ ഇതിന് സ്ലീപ്പർ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വൈകിട്ട് ഈ വണ്ടി ബാംഗ്ലൂർ എത്തും. രാത്രി 9 മണി റേഞ്ചിൽ ഇത് ബാംഗ്ലൂർ എത്തും. അതുകൊണ്ട് സ്ലീപ്പറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ വണ്ടിക്ക് ജനറൽ കോച്ചിന് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ 200 രൂപയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് സെക്കൻഡ് സീറ്റിംഗ് ആണെങ്കിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ 215 രൂപ. വലിയ പൈസയായിട്ട് കൂടുന്നില്ല, കുറച്ച് ഡിഫറൻസേ ഉള്ളൂ ഈ സെക്കൻഡ് സീറ്റുക്കും ജനറൽ കോച്ചും. പിന്നെ AC ചെയർകാറാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ 785 രൂപയാണ് കേട്ടോ ഇതിന്. ഇപ്പോൾ ഫ്രണ്ട്സ്, ലേറ്റായിട്ട് ഓടുന്ന ചെന്നൈ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കോച്ചിനെ പറ്റി ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇതിൻ്റെ കോച്ചൊക്കെ 2005-ലെയും 2007-ലെയും കോച്ചാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്
LHB കോച്ച് കൊടുക്കാത്ത എന്താണെന്ന് അറിയില്ല. ഇതിനും പിന്നെ ചെന്നൈ തിരുവനന്തപുരം ഇതിന് തമ്മിൽ റേക്ക് ഷെയറിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് റേക്ക് ഷെയറിങ് LHB കോച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം അതിൻ്റെ കോച്ചിൻ്റെ പഴക്കമൊക്കെ കണ്ടാലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പായ ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും 4 ജനറൽ കോച്ച് ഫുള്ളാവും. കാരണം പാലക്കാട് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് നല്ല അടിപൊളി വണ്ടി ഇതാണ്. അതുകൊണ്ട് എന്തായാലും ഫുള്ളാവും. പിന്നെ കുറച്ച് പേര് ഈ കോഴിക്കോട് ജനശതാബ്ദി ഉണ്ട്, അതിൽ കയറാനുള്ളവരുണ്ട്. അങ്ങനെ 2 വണ്ടിയിലും കയറാനുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ ഇടയിൽ വേറൊരു സ്റ്റോപ്പും ഇല്ല കേട്ടോ. അപ്പോൾ വണ്ടി നല്ല കത്തിച്ച് വിടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിൽ പാലരുവി പോയിട്ടുണ്ട്, പാലരുവി എക്സ്പ്രസ്. അപ്പോൾ അതിനെ ഒറ്റപ്പാലമൊക്കെ ആകുമ്പോൾ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ അറിയില്ല, ചിലപ്പോൾ നമ്മുടെ ഈ വണ്ടി ഓൺ ടൈം ആണെങ്കിൽ ഓവർടേക്ക് ചെയ്യും. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കേരളത്തിലിപ്പോൾ കുറേ വണ്ടികൾ LHB കോച്ചുകളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ LHB കോച്ച് എന്ന് LHB കോച്ചായിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജനശതാബ്ദിയാണ്. അതിൻ്റെ കോച്ചും ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം പുതിയൊരു കോച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ആ വണ്ടി ഓടുന്നത്. പക്ഷേ അതിൻ്റെ ചെയർക്കാർ ഭയങ്കര എന്താ പറയുക മോശമാണ്. ഒരു മെമ്മു സീറ്റ് പോലെ അതുപോലെയാണ് അതിൻ്റെ ചെയർക്കാർ. ഇതിൻ്റെ ചെയർക്കാർ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ശബരി എക്സ്പ്രസ്സാണ്. അതിലാണെങ്കിൽ 2 ജനറൽ കോച്ച് ഉണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ ആ വണ്ടി LHB ആയപ്പോൾ ഈ 4 ജനറൽ കോച്ചായി. പിന്നെ അത് മാത്രമല്ല, ഈ ശബരി എക്സ്പ്രസ് ഇപ്പോൾ ഏതൊരു ഡേറ്റ് മറന്നുപോയി, സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലോട്ടാവാൻ പോവാണ്. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ട്രെയിൻ നമ്പറൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ ഈ വണ്ടി ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ഇത് ഓടി തുടങ്ങാൻ പോവാം. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടി. ഇതിൻ്റെ കോച്ചും ഇങ്ങനെ വേറെ പഴയ കോച്ചൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതും നല്ല പുത്തൻ കോച്ചാണ്. ഇതിന് 2025 ബിൽഡ് കോച്ചുകളാണ്. പിന്നെ നമ്മുടെ വേളാങ്കണ്ണി എക്സ്പ്രസ്, അതിൻ്റെ കോച്ചൊക്കെ പഴയതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അത് മാത്രമല്ല, നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ്സും പൂനെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും LHB കോച്ചാട്ടോ. അപ്പോൾ അതിലൊക്കെ ഒരു യാത്ര വരുന്നുണ്ട്, കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ വണ്ടി ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. ഇത് രാവിലെ പോകുമ്പോൾ നമ്മുടെ പാലരുവി എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്യും ഒറ്റപ്പാലത്ത് വെച്ച്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത് നമ്മുടെ കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്, ന്യൂഡൽഹി തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ അതിനെ ഒറ്റപ്പാലത്ത് പിടിച്ചിട്ടിട്ട് ഇതിനെ കയറ്റി വിടും. പിന്നെ അങ്കമാലി വെച്ച് വേനാട് എക്സ്പ്രസ്സിനെ പിടിച്ചിട്ടിട്ട് ഈ ബാംഗ്ലൂർ എറണാകുളത്ത് ഈ വണ്ടീനെ കയറ്റി വിടും. അത്ര പ്രയോറിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി. അപ്പോൾ നല്ല സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. ബാക്കി ഇതിന് പാലക്കാട് ഒരു 2.25 മണിക്കൂർ മതി. ഇപ്പോൾ ഫ്രണ്ട്സ്, കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ഡെയിലി കുറേ വണ്ടികൾ ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഉള്ള വണ്ടികളും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിലൊന്നാമത്തെ വണ്ടി ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി എറണാകുളം KSR ബംഗളൂരു ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അത് രാവിലെ പുറപ്പെട്ട വൈകിട്ടൊരു 9 മണിയാകുമ്പോൾ ഇത് നേരെ ബാംഗ്ലൂർ എത്തും. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് വൈകിട്ട് 8:35 എറണാകുളം എത്തുന്ന മൈസൂരു എക്സ്പ്രസ് ആട്ടോ. ഞാൻ എറണാകുളത്തിൻ്റെ ടൈം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഈ വണ്ടി എറണാകുളം എത്ര മണിക്ക് എത്തുന്ന ആ ടൈം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് 8:35 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം ഒരു 8:30 റേഞ്ചിൽ ഇത് ബാംഗ്ലൂർ എത്തിച്ചേരുന്നു. പിന്നെയുള്ള അടുത്ത ഡെയിലി വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. അത് ട്രെയിൻ നമ്പർ 16525. അത് 5:42 എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 7 മണിക്ക് ഇത് എവിടെ എത്തും? ബാംഗ്ലൂർ ഇത് എത്തിച്ചേരും, സിറ്റി ജംഗ്ഷൻ ട്ടാ. പിന്നെയുള്ള അടുത്തത് ബൈ വീക്കിലി വണ്ടികളാട്ടാ. യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ് ഉണ്ട്, പിന്നെ യശ്വന്ത്പൂർ AC എക്സ്പ്രസ്, പിന്നെ എറണാകുളത്ത് നിന്ന് വിടുന്ന
എറണാകുളം SMVT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. പിന്നെ SMVT ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ പുതുക്കാട് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പുതുക്കാട് ഇതിന് സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. ഇതാ കാണുന്ന വണ്ടി ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആട്ടോ. ഇതിൻ്റെ ജനറൽ കോച്ചൊക്കെ കണ്ട ഫുള്ളാണ്, ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് കഴിഞ്ഞ് പുതുക്കാട് കഴിഞ്ഞാൽ ഒല്ലൂർ കഴിഞ്ഞാൽ തൃശ്ശൂർ എത്താറായി. തൃശ്ശൂർ എത്താറായി. ഇത് ഈ വണ്ടി ഇപ്പോൾ 10 മിനിറ്റ് 9 മിനിറ്റ് എന്തോ ലേറ്റ് ഉണ്ട് കേട്ടോ. പാലക്കാട് എത്തുമ്പോൾ എന്തായാലും ഓൺ ടൈമിൽ ഇത് പാലക്കാട് എത്തും, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കോള് വന്നു. അപ്പോൾ ഞാൻ കോള് എടുത്ത് സംസാരിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടി തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ ഒരു 5 മിനിറ്റ് എന്തോ ലേറ്റ് ഉണ്ട്. നമ്മുടെ മുന്നേയുള്ള പാലരുവി എക്സ്പ്രസ് ഉണ്ടല്ലോ, അതെന്തോ 20 മിനിറ്റ് എന്തോ ലേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്തായാലും പാലരുവിനെ ഒറ്റപ്പാലത്തിന് മുമ്പേ ഓവർടേക്ക് ചെയ്യുമെന്ന് തോന്നണ്. അറിയില്ല, ചിലപ്പോൾ ഒറ്റപ്പാലത്ത് വെച്ചായിരിക്കും കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ആ വണ്ടി 20 മിനിറ്റ് ലേറ്റ് ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചിട്ടിട്ട് ഈ വണ്ടിക്ക് കയറ്റിവിടാം. ഈ പാലരുവിക്ക് പാലക്കാട് ഒരു 12 മണിയാകുമ്പോൾ എത്തിയാൽ മതി. പക്ഷെ അത്രയും ടൈം വേണ്ട. പക്ഷെ ആ ടൈം കൊടുത്തേക്കുന്ന 12 മണിയാണ്. നമുക്ക് 11:40 11:30 അങ്ങനെ എന്തോ ടൈം കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടിയുടെ ട്രെയിൻ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതിൻ്റെ ട്രെയിൻ നമ്പർ 12677 12678. ഇത് ബാംഗ്ലൂരിൽ നിന്ന് 6:10 പുറപ്പെട്ട് വൈകിട്ട് 4:55 ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. തിരിച്ച് ഈ വണ്ടി അടുത്ത ദിവസം 9:10 പുറപ്പെട്ട് വൈകിട്ട് രാത്രി 9 മണിയാകുമ്പോൾ ഇത് ബാംഗ്ലൂർ ഇത് എത്തിച്ചേരുന്നു. നേരത്തേക്ക് ഈ വണ്ടി 9:10 പുറപ്പെട്ട് അതിന് 7:45 ഇത് എത്താറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്തിരി എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. 9 മണി വരെ, 9 മണിക്ക് ഈ വണ്ടിക്ക് ബാംഗ്ലൂർ എത്തിയാൽ മതി. അപ്പോൾ ഇതിന് ഒരു 2 റേക്ക് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് റേക്ക് ഷെയറിംഗ് ഒന്നുമില്ല കേട്ടോ, വേറെ റേക്ക് ഷെയറിംഗ് ഒന്നുമില്ല. ഇത് നല്ല അടിപൊളി വണ്ടിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് പോകേണ്ടി വരും, കിടക്കാൻ പറ്റില്ല. 10 മണിക്കൂറൊക്കെ ഇരുന്ന് പോകാമെന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ ഞാൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ട്രെയിനിൻ്റെ ടൈമൊക്കെ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് വരുന്ന ടൈം, ഒന്നാമത്തെ വണ്ടിയിൽ നിന്ന് നമ്മുടെ മൈസൂർ എക്സ്പ്രസ് ഇല്ലേ, അത് തിരിച്ചു വരുന്നത്. അത് 4:40 വൈകിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് വെളുപ്പിന് 4 മണിക്ക് ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. പിന്നെ അടുത്ത നമ്മുടെ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്, അത് 8:10 രാത്രി പുറപ്പെട്ട് അടുത്ത ദിവസം 7:10 ഇത് എറണാകുളം ടൗൺ അവിടെ എത്തിച്ചേർന്നു. പിന്നെ അടുത്തത് SMVT ബാംഗ്ലൂർ എറണാകുളം, അത് രാത്രി 7 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് SMVT ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഇത് അടുത്ത ദിവസം 6 മണിക്ക് ഇത് എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. പിന്നെയുള്ള വണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതിലൊന്നും ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഒക്കെ ഉണ്ട്, യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ടിക്കറ്റ് നോക്കുക കേട്ടോ. പിന്നെ അതിലും ടിക്കറ്റ് കിട്ടാൻ പാടാണ്, പക്ഷേ കിട്ടും. 1 മാസമൊക്കെ മുന്നേ ബുക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബാംഗ്ലൂരിലോട്ടൊക്കെ പോകുന്ന കുറച്ച് ട്രെയിനൊക്കെ, കൂടുതൽ ട്രെയിനുകൾ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യാം. അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ എന്ത് ചെയ്യാൻ പറയും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി വടക്കാഞ്ചേരിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, വടക്കാഞ്ചേരി. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ട്രെയിനുകളുണ്ട്, ഈ ടാറ്റാനഗർ എക്സ്പ്രസ്സും ധൻബാദ് എക്സ്പ്രസ്സും. അപ്പോൾ അതിന് 3 മണിക്കൂറാണ് എറണാകുളത്ത് നിന്ന് പാലക്കാടിലോട്ട് ടൈം കൊടുത്തേക്കുന്നത്. ഈ ടാറ്റാനഗർ എക്സ്പ്രസ്സിനൊന്നും അത്രയും ടൈമേ വേണ്ട. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചാലക്കുടിയിലൊന്ന് ഒരു ടെമ്പററി ഒരു സ്റ്റോപ്പ് വെച്ച് നോക്ക്. ചാലക്കുടി ഈ ടാറ്റാനഗർ എക്സ്പ്രസ്സിനും ധൻബാദ് എക്സ്പ്രസ്സിനും പിന്നെ നമ്മുടെ ഈ
തിരുപ്പതി കൊല്ലം അതിനൊക്കെ ഒന്ന് വെച്ച് നോക്ക്. അപ്പോൾ റെയിൽവേക്ക് അതൊരു ഉപകാരമായിരിക്കും. അഥവാ വരുമാനം ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തോ, ടെമ്പററി ആണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്ക്. എൻ്റെ ഒരു സ്മോൾ റിക്വസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ പുതിയതായിട്ട് LHP ആയ ശബരി എക്സ്പ്രസ് ആട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി സെപ്റ്റംബർ ആകുമ്പോൾ ഈ വണ്ടി സെപ്റ്റംബർ ആകുമ്പോൾ ഈ വണ്ടി ശബരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ഇത് സെക്കന്ദരാബാദിലോട്ട് ഇത് ഓടും. അതിൻ്റെ ടൈമിങ്ങിനൊന്നും വ്യത്യാസമില്ല കേട്ടോ. ആകെ വ്യത്യാസമുള്ളത് ഇത് എക്സ്പ്രസ്സിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലോട്ട് മാറും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ LHPയുടെ കളറുണ്ടല്ലോ, ഇത് നീല കളറ്, റെഡ് കളർ. ഇപ്പോൾ ഈ വേനാട് എക്സ്പ്രസ്സിനും ഇപ്പം നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ഈ വണ്ടിക്കും സെയിം കളറാണ്. ചെയർ കാറും മറ്റേത് ജനറൽ കോച്ചാട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ രണ്ടും ഒരേപോലെ ആയിട്ട് തോന്നും. അപ്പോൾ ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് പേരൊക്കെ നോക്കി ഏത് വണ്ടിയാണെന്നൊക്കെ നോക്കി അനൗൺസ്മെൻ്റൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടിയിലൊക്കെ കയറാൻ. അല്ലെങ്കിൽ വണ്ടി മാറിപ്പോയി കഴിഞ്ഞാൽ അറിയാലോ, പൈസ നഷ്ടം, സമയനഷ്ടം. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഒറ്റപ്പാലം സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പാലരുവി എക്സ്പ്രസ്സിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ പുറത്തോട്ട് പോയി വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഈ റൂട്ടുണ്ടല്ലോ, ഈ റൂട്ടും എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം മുതൽ പാലക്കാട് വരെ ഏകദേശം 100 km/h വണ്ടി പോകുന്നത്. എന്തൊരു സ്പീഡാണെന്ന് പറയും എൻ്റെ ഉമ്മോ, ഭയങ്കര സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ എല്ലാ റൂട്ടും ഒരു എത്രയും പെട്ടെന്ന് സ്പീഡൊക്കെ വർദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പല പല സ്ഥലങ്ങളിലേക്ക് എത്താം. അത് എന്നാവുമെന്ന് അറിയില്ല, ആവട്ടെ എന്ന് വിചാരിക്കുന്നു, എത്രയും പെട്ടെന്ന് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം പാലക്കാട് എത്താറായിട്ടാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് പാലക്കാട് പോകാൻ പറ്റുന്ന കുറച്ച് ട്രെയിനുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്. അത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 10 മണിയാവും എറണാകുളം എത്തുമ്പോൾ, 7:15 പുറപ്പെട്ട് പാലക്കാട് എത്തുമ്പോൾ. പിന്നെ അതിൻ്റെ പുറകെ വരുന്ന ധൻബാദ് എക്സ്പ്രസ്. അതിൽ എന്തായാലും സീറ്റും ഉണ്ടാവില്ല, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അതിലെ കോച്ചിൻ്റെ വൃത്തിയൊന്നും ഞാൻ പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് പാലരുവി എക്സ്പ്രസ്. അതിലാണെങ്കിൽ ആളുണ്ടാവില്ല കേട്ടോ. കാരണം അത് അധികം അത്ര എറണാകുളം കഴിഞ്ഞാൽ തിരക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്റ്റോപ്പും കുറവാണ്. ഈ ആലുവ, തൃശ്ശൂർ, ഒറ്റപ്പാലം, പിന്നെ അങ്കമാലി, അത്രയും സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെയുള്ള അടുത്ത വണ്ടി ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി. ഈ വണ്ടിയും കുറച്ച് നേരത്തെ വന്നാൽ സീറ്റ് കിട്ടും. എറണാകുളത്തിട്ടാ, ആലുവയൊക്കെ ആകുമ്പോൾ ഫുള്ളാവൂട്ടാണ്. പിന്നെയുള്ള വണ്ടികളൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി അങ്ങനെ പാലക്കാട് ജംഗ്ഷനിലോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക കേട്ടോ. പാലക്കാട് ജംഗ്ഷൻ വണ്ടി എന്തോ 2 മിനിറ്റ് എന്തോ ലേറ്റ് ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഗുഡ്സ് കിടക്കുന്നുണ്ട്. നമ്മളാ പ്ലാറ്റ്ഫോം നമ്പർ 4 എന്തോന്ന് കയറ്റിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പാലരുവി എക്സ്പ്രസ് ഉണ്ടല്ലോ, അതിനെ എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം നമ്പർ 5. അതിനെപ്പോഴും പ്ലാറ്റ്ഫോം നമ്പർ 5 ആ വണ്ടി. കാരണം അത് വൈകിട്ട് 4 മണിയാകുമ്പോൾ തിരിച്ചു പോകല തൂത്തുക്കുടിയിലോട്ട്. അപ്പോൾ അതിനെ എപ്പോഴും അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ പാലക്കാട് എത്തി. പാലക്കാട് ഇറങ്ങാൻ കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനങ്ങനെ മുന്നിൽ വന്നിരിക്കുക കേട്ടോ. നമ്മുടെ ഈ ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിനെ WP7 ആണ് കേട്ടോ നയിക്കുന്നത്. നേരത്തെ ഇത് WP4 ആണ്. പക്ഷെ ഇപ്പോൾ LHP കോച്ചായതുകൊണ്ട് ഇപ്പോൾ WP7 ആണ് നയിക്കുന്നത്. 30-578 ലോക്കോ. അപ്പോൾ അത് നന്നായി. WP4-നേക്കാളും കുറച്ച് സ്പീഡ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അത് നന്നായി. അപ്പോൾ നമ്മുടെ ഈ വണ്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷന് വിട പറഞ്ഞ് കോയമ്പത്തൂർ ഭാഗത്തോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോച്ചുകളൊക്കെ നിങ്ങൾ വീണ്ടും കണ്ടോ? എന്തായാലും ഞാൻ ശരിക്കും കാണിച്ചില്ലല്ലേ നിങ്ങളെ. അപ്പോൾ ആദ്യം ഫ്രണ്ടിൽ 2 ജനറൽ കോച്ചും ബാക്കിൽ 2 ജനറൽ കോച്ചും പിന്നെ AC ചെയർ കാർ 11 10 എന്തോ തോന്നുന്നു. AC ചെയർ കാർ 2 പിന്നെ ചെയർ കാറാണ് 8 10 എത്രയോ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കണക്ക് കറക്റ്റ് അറിയില്ല.
പിന്നെ ഇതിനൊരു പാൻട്രി കാർ ഉണ്ട് കേട്ടോ. അത് മാത്രം 2020 കോച്ചാണ്. ബാക്കി എല്ലാ കോച്ചുകളൊക്കെ 2025 ബിൽഡുള്ള കോച്ചാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ ജനറൽ കോച്ച് അറിയില്ല. ബാക്കിലെ ജനറൽ കോച്ച് 2024 25 തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.